മനസ്സിനാണ് വിലയുള്ളത്. മനുഷ്യന്റെ മനസ്സിന്റെ വേദനകൾ മനസ്സിലാക്കുന്ന മനസ്സിനാണ് ഏറ്റവും വിലപ്പെട്ടത്. ആ മനസ്സിന്റെ അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന ബാബു പറഞ്ഞ എല്ലാം ഫ്രീ ആണ്. യെസ്, നമ്മൾ വിചാരിക്കുന്നത് നമ്മളെങ്കിലും എന്തെങ്കിലും ഗുണങ്ങൾ കൊടുത്താൽ നശിച്ചു. ഇല്ല, പിടിച്ചു വെച്ചിട്ടുള്ളവരെ നശിച്ചു പോയിട്ടുള്ളൂ. സാമ്പത്തികമായിട്ട് കൊടുക്കുന്നവരാരും ഒരിക്കലും നശിച്ചു പോകില്ല. നശിച്ചു എന്ന് വെച്ചാല് സമ്പത്തില്ലാണ്ടാവും, സമ്പത്തൊക്കെ ഇല്ലാണ്ടാവും, അതൊക്കെ തന്നെ വരും. നമ്മുടെ വിചാരം കാശില്ലാണ്ടാണ് ആൾക്കാരെ ആത്മഹത്യ ചെയ്യണെന്ന്. അല്ല, മടുത്തിട്ടാണ്. എന്തിനു ജീവിക്കണേ എന്നിട്ട് മരിക്കണേ. കോടീശ്വരന്മാരും മരിക്കുമ്പോൾ നിനക്ക് എന്തിനുണ്ട്, എന്തിന്റെ കേടാ നിനക്ക്? കോടാനുകോടി സ്വത്തുണ്ട്, എന്നിട്ട് അവൻ എന്തിനാ ആത്മഹത്യ ചെയ്യണേ? മനസ്സിലായിണ്ട? അതിന്റെ അർത്ഥം എന്താ? പണം ഉണ്ടായതിന്റെ പേരില് മനസ്സിന് സന്തോഷം കിട്ടണമെന്നില്ല. നമ്മുടെ വിചാരം ഇതൊക്കെ ഈ തൃശ്ശൂരുള്ള ആൾക്കാരൊക്കെ കാശൊക്കെ കെട്ടിപൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ശവടപ്പിന്റെ സമയത്ത് വേണമെന്ന് 10 അച്ഛന്മാരെ കൊണ്ടുവരാം. എന്തിന്? അച്ഛന്മാർ ഇത്ര എണ്ണം, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല കേട്ടാ. അച്ഛന്മാരുടെ എണ്ണത്തിലൊന്നും കൂട്ടിയിട്ടൊന്നും നമ്മുടെ ജീവിതകാലത്ത് കർത്താവ് പറയുന്നത്, നീ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവൂ. ഞാൻ വിചാരിക്കും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. ഞാനിപ്പോ കടങ്ങോട് പള്ളിയിലാണ് കിടക്കണത്. അവിടെ പള്ളിയിൽ വിചാരിച്ചനാണ്. ഇന്നലെ രാത്രി പാതിര കുർബാന 9 മണിക്ക് വെച്ചു. 10 മണിക്ക് മറ്റേ പോലീസ് വരുമല്ലോ. അവൻ ഞാൻ പറഞ്ഞതേ, ഞാൻ അവിടെ കിടന്നുറങ്ങും. ഇന്നലെ രാത്രി ആട്ടൊക്കെ മരിച്ചു കഴിഞ്ഞാല് വാതിൽ ചവിട്ടി പൊളിക്കരുത്. എന്തേ? അത് നല്ല വാതിലല്ലേ, പിന്നത്തെ വാക്കിൽ ഞാൻ കുറ്റിയിട്ടിട്ടില്ല, അതുകൂടെ കയറിയാൽ മതി. ഈ ജീവിതം അത്രയുള്ളൂ.